കുട്ടികളിൽ ഉണ്ടാകുന്ന ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് നായേഴ്സ് ഹോസ്പിറ്റൽ ആൻഡ് വെൽമോൺ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റായ ഡോക്ടർ പീസ് ജോസ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു ഹരിത. ഐ എം ഡോക്ടർ പീസ് ജോസ്. ഐ എം എ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്. മെയിനായിട്ട് നായേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാണ്. വെൽമോൺ ഹോസ്പിറ്റലിലും ഇപ്പം പ്രയത്നയുടെ അസോസിയേറ്റ് ചെയ്യുവാണ്. ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ട്രീറ്റ്മെൻറ്റിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ റോൾ എന്താണ്? ഓക്കെ, ഇപ്പം സൈക്കാട്രി ഇത്തിരി വാസ്റ്റ് ആയിട്ടുള്ള, ഇപ്പം പലർക്കും അതറിയില്ല. എപ്പോഴും സൈക്കോസിസ്, ഭ്രാന്ത് അങ്ങനത്തെ രീതിയിൽ ലിമിറ്റഡ് ആയിട്ടാണ് എല്ലാവരും ചിന്തിക്കുക. ന്യൂറോ സൈക്കാട്രി വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ്. ഇതിൻ്റെ അകത്ത് കുട്ടികൾക്കുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ്, അതാ താൻ ചോദിച്ച കാര്യം, അതായത് ഓട്ടിസ്റ്റിക് സ്പെക്ട്രം, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ADHD, ഇതുപോലെ എല്ലാ ഇൽനെസ്സസിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ അകത്ത് വരുന്ന ഇപ്പം ഈ പറയുന്ന ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്കറിയാം, അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് എപ്പോഴും ബിഹേവിയറിൽ കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ചിലപ്പം എക്സസീവ് ആങ്കർ ആകാം, അമിതമായ ദേഷ്യം, പെട്ടെന്ന് ഇമ്പൾസീവായിട്ട് സാധനങ്ങൾ വലിച്ചെറിയുക, വീട്ടിൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കുക, അടങ്ങിയിരിക്കാൻ പറ്റായിക, ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. സൈക്കാട്രിസ്റ്റിന് ഈ മെഡിക്കേഷൻസിലൂടെ ഇതുപോലത്തെ ബിഹേവിയേഴ്സിനെ ടാർഗറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കാൻ പറ്റും. സൈക്കാട്രിസ്റ്റ് ഈ പറയുന്ന പോലെ സൈക്കോതെറപ്പി, ബിഹേവിയർ തെറപ്പി ഒക്കെയും ചെയ്യും, പക്ഷേ പ്രൈമറിലി മെഡിക്കേഷൻസിലൂടെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഇത്തരം ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളിൽ മെഡിക്കേഷൻസ് എത്രത്തോളം നല്ലതാണ്? ഇപ്പം അറിഞ്ഞുകൊണ്ട് ആരും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനം ഉള്ളിലേക്ക് ഇടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളും നമ്മുടെ കുട്ടികളും അല്ലേ, നമ്മുടെ കുട്ടികൾക്ക് നമ്മളങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മരുന്നുകൾ പക്ഷെ ഒത്തിരി ഉപയോഗം ചെയ്യും അവർക്ക്. ഇപ്പം ഒത്തിരി ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക, അവന് ക്ലാസ്സിൽ ഇപ്പം ടീച്ചേഴ്സ് എത്രത്തോളം അവനോട് പറയുവാണ് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവന് പറ്റില്ല. കാരണം ADHD എന്ന് പറയുന്ന ഡിസോർഡേഴ്സിലാണ് ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലായിട്ടുള്ളത്. അത് നമ്മുടെ ഒരു ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. ബ്രെയിനിലെ ചില സർക്യൂട്ട്സിൻ്റെ അബ്നോർമാലിറ്റിയാണ്, ബ്രെയിനിലെ ചില രാസവസ്തുക്കളുടെ അബ്നോർമാലിറ്റിയാണ്. അപ്പം അങ്ങനത്തെ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യത്യാസമുള്ളൊരു കുട്ടിയോട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതിരിക്കാം, ആ കുഞ്ഞിരിക്കാൻ പോകുന്നില്ല. അപ്പം എന്ത് പറ്റും, ഇരിക്കാണ്ടാവുമ്പം കുഞ്ഞ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, അവിടെ ദേഷ്യം വരുവാണ്. അപ്പം ആ ഹൈപ്പർ ആക്ടിവിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിക്കേഷൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ ഭാവിയിലത്തെ ഗ്രോത്തിന് അത്രത്തോളം അത് ഹെൽപ്ഫുൾ ആണല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലത്തെ മെഡിക്കേഷൻസ് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന മെഡിക്കേഷൻസിൽ കോമൺ ആയിട്ട് വരുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പം അതൊരു വളരെ ജനറൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതിനകത്ത് കുറേ ഉണ്ട്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉണ്ട്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ് ഉണ്ട്, ADHD ഉണ്ട്. അപ്പം എല്ലാത്തിനും കൊടുക്കുന്ന മെഡിസിൻസും വ്യത്യാസമാണ്. ഇപ്പം നമുക്ക് തുമ്മലിനും ക്യാൻസറിനും വരെ മരുന്ന് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ ഇതിനും ഓരോ അസുഖത്തിനും വ്യത്യാസമുള്ള മരുന്നുകളാണ്. ജനറലായിട്ടൊരു സൈഡ് എഫക്ട്സ് പറയുവാണെങ്കിൽ ഇപ്പം നമ്മൾ ദേഷ്യം കൺട്രോളിനൊക്കെ ഉപയോഗിക്കുന്ന ചിലപ്പം ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്ന മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. റിസ്പെരിഡോൺ, ഒലാൻസെപ്പിൻ എന്നൊക്കെ പറഞ്ഞത്, അത് കുട്ടികൾക്ക് സാധാരണ വളരെ ലോ ഡോസിലാണ് കൊടുക്കുക. എന്നിരുന്നാലും അത് കാരണം കുറച്ച് ക്ഷീണം വരാൻ സാധ്യതയുണ്ട്, വിശപ്പ് കൂടാനും വണ്ണം വെക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മൾ എപ്പോഴും മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ ഒരു റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വെച്ചിട്ടാണ് കുഞ്ഞിനെ അസസ് ചെയ്യുക. കുഞ്ഞിന് ഇപ്പം ചില സൈഡ് എഫക്ട്സ് നമുക്ക് തോന്നുവാണ്, വി ക്യാൻ മാനേജ് ഇറ്റ് എന്നുള്ളത് തോന്നുവാണെങ്കിൽ ബെനിഫിറ്റ്സിന് വിചാരിച്ച് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്തെങ്കിലും സിവിയർ ആയിട്ടൊരു സൈഡ് എഫക്റ്റ് കാണുകയാണെങ്കിൽ ആ മെഡിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുമോ? ഡെഫിനറ്റായിട്ട്. ഇപ്പം സിവിയറായിട്ട് സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം അലർജിയൊക്കെ, എന്തെങ്കിലും ഡ്രഗ് അലർജിയൊക്കെ വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. വാട്ട് എവർ ദ റീസൺ ഇസ്, ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ, സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പോകുവാണെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. സെൽഫ് മെഡിക്കേഷനാണ് എപ്പോഴും ചിലവർ ചെയ്യിപ്പം കുഞ്ഞിന് ക്ഷീണം കൂടുതലാണെന്നും പറഞ്ഞ് അവർ തന്നെ ഡോസേജ് ടൈട്രേറ്റ് ചെയ്യാനൊരു ശ്രമം നടത്താം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ബെറ്ററായെന്നും പറഞ്ഞ് ടൈട്രേറ്റ് ചെയ്യാൻ ശ്രമം നടത്താം. അപ്പോഴൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത്. ഇപ്പോൾ മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഇവർക്ക് സ്പോർട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമോ? സുഖമായിട്ട് ഇൻവോൾവ് ചെയ്യും, ഒരു കുഴപ്പമില്ല. വളരെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സിനൊക്കെ നമുക്കൊരു എമൗണ്ട് ഓഫ് റിസ്ട്രെയിൻ വേണം അല്ലേ. നമുക്ക് ഇടിച്ച് പൊളിച്ച് ഇപ്പം സ്റ്റാർട്ടിങ് പോയിന്റ് നിന്ന് ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കണം അല്ലേ. അപ്പം അവിടെ നിന്നും കടന്നു വിട്ട് ഓടിപ്പോകുന്ന ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളൊക്കെ നമുക്കറിയാം. അപ്പം സ്പോർട്സിനൊക്കെ നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴും സൂപ്പർവൈസ്ഡ് ആയിട്ട് മെഡിക്കേഷൻ ടൈട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. ചില മെഡിക്കേഷൻസിന്
വേറെ ട്രെമേഴ്സ് വരാനുള്ള സാധ്യതയുള്ള മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളിൽ കൂടുതൽ നമ്മൾ അതൊരു ലോവർ ഡോസേജിലായിരിക്കും, അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും. എത്രയോ കുട്ടികൾ മെഡിക്കേഷൻസ് കഴിച്ചുകൊണ്ട് തന്നെ സ്പോർട്സിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് പണ്ടത്തിനേക്കാളും ബെറ്റർ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നറിയാം. ആ ഡിഫറൻസ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്ത് ആ കുഞ്ഞിൻ്റെ ഒരു ഡിഫറൻസ് കാണുമ്പം അപ്പോഴേ നമുക്കും കൺവിൻസ്ഡ് ആവത്തുള്ളൂ. ഇതിപ്പോൾ ലൈഫ് ലോങ് കുട്ടിയുടെ നമ്മുടെ ആ ഫ്യൂച്ചറിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ബാധിക്കും ഇങ്ങനെ മെഡിക്കേഷൻസ് എടുക്കുന്നതുകൊണ്ട്? ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് മിക്കതും തന്നെ ലൈഫ് ലോങ് ഇൽനെസ്സസ് ആണ്. അപ്പോൾ മെഡിക്കേഷൻസ് അവരെ ബാധിക്കുമോ എന്നോ അതോ ഇൽനെസ് അവരെ ബാധിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രധാന ചോദ്യം. അപ്പോൾ കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. അഗൈൻ ആസ് ഐ സെഡ്, നമ്മൾ ഒരു ജനറൽ ആയിട്ടാണ് ഇപ്പം ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിനെ ക്ലബ് ചെയ്താണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം അത് ഇറ്റ് വിൽ ബി ലൈക്ക് സേയിങ് എന്താ, ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ജീവിതകാലത്ത് കംപ്ലീറ്റ്ലി കൺട്രോളബിൾ ആണോ, ക്യൂറബിൾ ആണോ, അല്ലെങ്കിൽ ഇന്ന ഹാർട്ടിൻ്റെ എല്ലാ അസുഖങ്ങളും ക്യൂറബിൾ ആണോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെയാണ് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും ഓരോന്ന് എടുത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ക്യൂറബിൾ ആണോ കൺട്രോളബിൾ ആണോ എന്നൊക്കെ. ഇപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ ഇങ്ങനെ മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം ADHDയുടെ മെഡിക്കേഷൻസ് അന്ന് നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയാം. ഇപ്പം ADHD മെഡിക്കേഷൻസ് ഇപ്പം മീത്തൈൽഫെനിഡേറ്റ്, എറ്റോമോക്സിറ്റ് എന്നൊക്കെ പറഞ്ഞ മെഡിക്കേഷൻസ് ആണ്. അതിൻ്റെ അകത്ത് ചില തരം മെഡിക്കേഷൻസിന് ഹൈറ്റിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നേരത്തെയൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഒരു വീക്കെൻഡ് ഹോളിഡേ പോലെ സാറ്റർഡേ സൺഡേസ് കൊടുക്കില്ല, മൺഡേ ടു ഫ്രൈഡേ മാത്രം കൊടുക്കുന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് അത്രയും ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നില്ല എന്നാണ്. എന്നിരുന്നാലും നമ്മളെപ്പോഴും കുട്ടിയുടെ വളർച്ച, ഹൈറ്റ്, വെയിറ്റ് അതിനെയൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഞാനിപ്പം പറയുന്ന മണ്ടത്തരാണോ എന്ന് വിചാരിച്ച് പലപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിക്കാതിരിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് തോന്നുവാണ് കുഞ്ഞിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുവാണ്, ഇപ്പം മരുന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ഷീണം കൂടുതലായിട്ട് വരുവാണ്, അല്ലെങ്കിൽ ഇച്ചിങ് വരുവാണ്, അല്ലെങ്കിൽ ട്രെമേഴ്സ് വരുവാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ വോട്ട് എവർ ചേഞ്ച് യുവർ നോട്ടിങ് ഇൻ യുവർ ചൈൽഡ്, നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനെ ഡോക്ടറായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതാണ് പേരൻസ് ചെയ്യേണ്ട കാര്യം. പിന്നെ കുറേയൊക്കെ ഡോക്ടർമാരെ വിശ്വാസം വേണം. മൊബൈലിൽ ഇത്ര വർഷം പഠിച്ചതാണല്ലോ എന്നൊരു സാധനം അതിനകത്ത് വേണം. കാരണം പലപ്പോഴും നമ്മളിപ്പം ഒരു മെഡിക്കേഷൻ, എനിക്ക് OPയിൽ പറ്റുന്ന കാര്യമാണ്, നമ്മൾ മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന മരുന്ന് എന്നുള്ളതിൻ്റെ കോമ്പിനേഷനായിട്ട് കൊടുക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ റിസ്പിൽ പ്ലസ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അതിനകത്ത് റിസ്പെരഡോണിൻ്റെ കൂടെ ട്രൈഹെക്സിഫെൻഡൽ എന്ന് പറഞ്ഞൊരു കമ്പണൻ്റ് ഉണ്ട്. അപ്പം റിസ്പെരഡോൺ കാരണം വരുന്ന ട്രെമേഴ്സിനെ കുറയ്ക്കാൻ ഈ ട്രൈഹെക്സിഫെൻഡൽ സഹായിക്കും. അപ്പം പേരൻസ് എന്ത് ചെയ്യും, അവർ ഗൂഗിളിൽ പോയി നോക്കിയിട്ട് റിസ്പെരഡോൺ ഇങ്ങനെ കൊടുത്ത ട്രെമേഴ്സ് വരുന്നു പറഞ്ഞ് ചിലപ്പം ഇവർ ഒരു പാർട്ടിന് മാത്രം ആ മെഡിക്കേഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും. അപ്പോൾ എന്ത് പറ്റും, ആ ട്രെമേഴ്സ് വരാനുള്ള മെഡിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റോപ്ഡ് ആവുകയാണ്, പിറ്റേ ദിവസം കൊച്ചും ട്രെമേഴ്സ് വരും. അതുപോലെ ഇപ്പം ഗൂഗിളിൽ നോക്കിക്കൊണ്ട് യു കാൺ പ്രെഡിക്ട് വെദർ ഈ ഒരു കോമ്പിനേഷൻ വിൽ വർക്ക് ഫോർ യുവർ ചൈൽഡ് ഓർ നോട്ട്. സോ ട്രസ്റ്റ് യുവർ ഡോക്ടർ, ട്രസ്റ്റ് യുവർ ഡോക്ടേഴ്സ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഓൺ ദാറ്റ്. 100% ഞാൻ പറയുന്നില്ല, ഒരു 95 ഇപ്പോൾ കുട്ടിയുടെ ഫുഡ് സൈക്കിള്, സ്ലീപ്പ് പാറ്റേൺ, പിന്നെ അതുപോലെ അവൻ്റെ സ്റ്റഡീസിലുള്ള ഫോക്കസ്, ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ മെഡിക്കേഷൻസ് ബാധിക്കാറുണ്ടോ? സ്ലീപ്പ് സൈക്കിൾ ഡെഫിനറ്റ്ലി ആസ് ഇൻ ചില മെഡിസിൻസ്. ഇപ്പം നമ്മൾ കുറച്ചും കൂടെ അപ്പുറത്തേക്ക് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം ഈ കുട്ടികൾക്ക്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, മൂഡ് ഡിസോർഡേഴ്സ് പോലത്തെ ഇൽനെസ്സസ് വരാനുള്ള സാധ്യതയും ഉണ്ട് വെൻ കമ്പയർഡ് ടു ദ ജനറൽ പോപ്പുലേഷൻ. അങ്ങനെ കൊടുക്കുമ്പോൾ മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ആൻറ്റി ഡിപ്രസൻസ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ് ഓഫ് മെഡിക്കേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതിന് ചെറിയ പറയുന്ന പോലെ സ്ലീപ്പിനെയൊക്കെ കുറച്ച് രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത, ചിലപ്പോൾ എക്സസീവ് സ്ലീപ്പ്നെസ് ആയിരിക്കാം, ചിലപ്പോൾ ഉറക്കം കുറച്ച് കുറയാനുള്ള ടെൻഡൻസി ഒക്കെ ആയിരിക്കാം. അഗൈൻ ഇറ്റ് ഈസ് ഈ കസ്റ്റം മെയ്ഡ് എന്നൊക്കെ പറയുന്ന പോലെ ആ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയിട്ടാണ് നമ്മൾ മെഡിക്കേഷൻസ് ടൈലർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളിൽ നമ്മൾ ഡയറ്റ് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? അങ്ങനെ പല സ്റ്റഡീസും പറയുന്നുണ്ട്. ഇപ്പം ചില ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, പ്രോട്ടീൻ സാധനങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഫാറ്റ് ഡയറ്റ്സ് ആണ് അത് കൂടുതലും. ബേസിക്കലി ഹെൽത്തി ഡയറ്റ് കൊടുക്കുക, ബാലൻസ്ഡ് ഡയറ്റ്, നമ്മളൊക്കെ കഴിക്കുന്ന പോലെ ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക. മെഡിക്കേഷൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ഇതിനുണ്ടാവോ? ഡെഫിനറ്റ്ലി. ഇപ്പം പ്രയത്നയൊക്കെ പോലത്തെ സെൻറ്റേഴ്സ് നമ്മൾ വളരെ നല്ലതായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ബിഹേവിയറൽ തെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി പോലത്തെ തെറപ്പീസ് വളരെ ബെനിഫിഷ്യലാണ്. ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ തെറപ്പീസ് കൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പരിധി വരെ
കുറേ ബിഹേവിയേഴ്സ് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈവൻ സ്ലീപ്പ് സൈക്കിള്, ഈറ്റിംഗ് പാറ്റേൺ, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഡെയിലി ലിവിങ്ങിനുള്ള ആക്ടിവിറ്റീസ്, അതൊക്കെ കുറേ കുട്ടികളിൽ ബിഹേവിയേഴ്സ് മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ കുഞ്ഞിലേ മുതൽ മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതാണോ കുട്ടികളിൽ? ഡെഫിനറ്റ്ലി. എന്നുവെച്ചാൽ ആസ് ഐ സെഡ് ബിഫോർ, ആ ബെനിഫിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ട്രീറ്റ്മെൻറ്റ് അറ്റ് ദി ഏർലിയസ്റ്റ്, അതെന്തും ആയിക്കോട്ടെ, ഇപ്പം മെഡിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിഹേവിയർ തെറപ്പി ആയിക്കോട്ടെ, എത്ര നേരത്തെ നമുക്ക് കുഞ്ഞിൻ്റെ ലൈഫിൽ ഒരു ഇൻ്റർവീൻ ചെയ്ത് ഒരു വ്യത്യാസം വരുത്താൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കും ആ കുഞ്ഞിൻ്റെ ലൈഫിൻ്റെ ആ ഒരു ട്രജക്ടറി. നമ്മൾ ആ ഇൻ്റർവീൻ ചെയ്യുന്നത് ഇതിപ്പോൾ എല്ലാ പിള്ളേർക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം അമിതമായിട്ട് കുസൃതി ഉണ്ടെന്ന് ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചിലപ്പം നെയ്ബേഴ്സോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്ത ആൾക്കാർ പറയും അതൊക്കെ എല്ലാ പിള്ളേർക്കും ഉള്ളതല്ലേ എന്നുള്ള ആ ഒരൊറ്റ ഡയലോഗിൽ ചിലപ്പോൾ എന്നാൽ പിന്നെ വിട്ടുകളയും. എന്തിനാ, നാട്ടിൽ ഇത്രയേറെ സെൻറ്റേഴ്സ് ഉണ്ട്. ജസ്റ്റ് ടേക്ക് യുവർ ചൈൽഡ് ടു എ പെർട്ടിക്കുലർ ഡോക്ടർ ഓർ എ പെർട്ടിക്കുലർ സെൻറ്റർ, അസസ്മെൻറ്റ് നടത്തുക. അസസ്മെൻറ്റ് നടത്തുന്നതിന് ഇപ്പോൾ എന്താ പ്രശ്നം? ആരും അസുഖം ഇല്ലാത്തൊരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്നുള്ള ലേബല് ആരും വെച്ച് കൊടുക്കാൻ പോകുന്നില്ല. അത് ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിന് ചേരുന്ന ഒരു പരിപാടിയല്ല അത്. വാട്ട് ഈസ് ദ പോയിന്റ്? ഇപ്പം ആ ഒരു അസസ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങളുടെ കുട്ടിക്ക് അസുഖമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഓൾ ഗുഡ്. ഇനിയിപ്പം അസസ്മെൻറ്റ് നടത്തിയിട്ട് അതിനകത്തൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അറ്റ് ദ ഏർലിയസ്റ്റ് ഇൻ്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നാലും അപ്പോൾ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ എത്ര ബ്രൈറ്റ്. ഇപ്പം നമുക്ക് അഡൾട്ട് ADHD എന്ന് പറയുന്നൊരു എന്താ പറയുക, ഒരു വേരിയൻ്റ് ഉണ്ട്. ആസ് ഇൻ ADHD ചെറുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളിൽ അത് പെർസിസ്റ്റ് ചെയ്ത് അഡൾട്ട്ഹുഡിലും അവർക്കത് വരുവാണ്. ഇപ്പം ഒരു മേ ബി ഇപ്പം എനിക്ക് OP പേഷ്യൻസ് വരും, ഒരു ലേറ്റ് 20s ഏർലി 30s ഉള്ള പയ്യന്മാർ അല്ലെങ്കിൽ പെൺകുട്ടികളും വരും. അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഒരു ജോബിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വർക്കിൽ പോകുന്നു, അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു, ഒരു 3 weeks 4 weeks ചിലപ്പോൾ ഒരു 1.5 months, ആ 3 weeks തന്നെ അവർക്ക് അങ്ങ് ബോറടിക്കുക. വേറെ അവർക്ക് ജീവിതത്തിൽ പ്രശ്നമില്ല. പിന്നെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരുവാണ്. അവരപ്പം മിക്കവാറും റിലേഷൻഷിപ്പ് ഇഷ്യൂ കഴിഞ്ഞിട്ട് ഒരു ലോ മൂഡ്, ഒരു വിഷാദം പോലെ വരുമ്പോഴാണ് മിക്കവാറും ആ കുട്ടികൾ വരിക, യങ് ഫീമെയിൽസും മെയിൽസും വരിക. അങ്ങനെ അസസ് ചെയ്ത് നമ്മൾ ബാക്കിലേക്ക് എടുത്തെടുത്ത് പിടിച്ച് വരുമ്പോഴാണ് ചെറുപ്പം മുതൽ ഈ വ്യക്തിക്ക് ADHD ഉണ്ട്, അത് അൺഡയഗ്നോസ്ഡ് ആയിട്ട് കിടന്നു. അപ്പം അൺഡയഗ്നോസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ എന്ത് പറ്റും, ആ വ്യക്തിയുടെ IQയുടെ ഒത്തോ അല്ലെങ്കിൽ ആളുടെ പൊട്ടൻഷ്യലൊത്തോ ആ വ്യക്തി എത്തുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസ് അപ്പോൾ ആ വ്യക്തിയോട് ഒരു നെഗ്ലക്റ്റ് അല്ലേ ആ ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് പിന്നെ പോട്ടെ, അതിനെപ്പറ്റി ആർക്കും അറിവില്ല, വിവരമില്ല എന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എവ്രിബഡി നോസ് എവറിത്തിങ് അല്ല, മോസ്റ്റ് ഓഫ് ദ തിങ്സ് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികൾ ഈ മരുന്നുകൾക്ക് അഡിക്റ്റ് ആവാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിച്ചെന്താ ഞാൻ പറയാം. ഓക്കെ, അഗൈൻ മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികൾ അഡിക്ഷനിൽ സാധ്യതയൊക്കെ വളരെ കുറവാണ്. കാരണം അഡിക്ഷൻ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ക്ലാസ്. അത് മോണിറ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അഡിക്ഷൻ പൊട്ടൻഷ്യൽ വരാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻസിൽ അഡിക്ഷൻ വരാനുള്ള സാധ്യത ഇല്ല. ഇപ്പോൾ ഈ മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികൾ പൊതുവെ ഒരു റോബോട്ടിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു കൺസേൺ പൊതുവെ പാരൻസിനുണ്ട്. അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പം ക്ലാസ് ഓഫ് മെഡിക്കേഷൻസിൽ നേരത്തെ നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയുന്ന ക്ലാസ് ഓഫ് മെഡിക്കേഷൻസിൽ അത് ഒരു അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് കൊടുക്കുമ്പോൾ വേറെ വരും. ഫേസിൽ എക്സ്പ്രഷൻസിൽ ചെറിയൊരു ബ്ലണ്ടിങ് പോലെ വരും. അതിനാണ് ഈ റോബോട്ടിനെ പോലെ എന്നുള്ളൊരു നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറ്. അപ്പം മെഡിക്കേഷൻസ് പ്രോപ്പർ അതും കൂടുതൽ ഫസ്റ്റ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറയും. അതായത് സൈക്കാട്രിയൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ, അതായത് പണ്ടത്തെ മെഡിക്കേഷൻസിനാണ് കുറച്ചും കൂടെ അത് പ്രോമിനൻ്റ് ആയിട്ടുള്ളത്. ഇപ്പം സെക്കൻഡ് ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ്, ഇപ്പം റിസ്പിറഡോൺ, ഒലാൻസെപ്പിൻ, എരിപ്പിപ്രസോൾ എന്നൊക്കെ പറയുന്ന സെക്കൻഡ് ജനറേഷൻ ഗ്രൂപ്പ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്. അതിന് ഈ പറയുന്ന റോബോട്ടിലേക്ക് ആവാനുള്ള ടെൻഡൻസി ഒന്നും വളരെ കുറവാണ്, വളരെ മിനിമലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പം നമ്മൾ സാധാരണ സൊസൈറ്റി പറയാറുണ്ട് ഇപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുന്നതല്ലേ ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ പറയുന്നതുകൊണ്ട് തന്നെ പല പാരൻസിനും അറിയുന്നില്ല കുട്ടിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് അപ്പോൾ ആസ് എ പാരൻറ് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു കുട്ടിയിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അത് ഇന്ന പ്രശ്നമായിരിക്കും, അങ്ങനെ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുക? ഓക്കെ, പെട്ടെന്ന് മനസ്സിലാകൂല. അത് ഞാൻ ആദ്യമേ പറയുക. ആദ്യത്തെ കാര്യം യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്റ്റ്.
ഇഫ് യു ഫീൽ ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. ഇപ്പം നമ്മുടെ കുട്ടീൻ്റെ ചില ബിഹേവിയേഴ്സ് മറ്റേ കുട്ടിയെ വെച്ച് നോക്കുമ്പം, ഇപ്പം ഐ കോണ്ടാക്ട് തരേണ്ട സമയത്ത് ഐ കോണ്ടാക്ട് തരുന്നില്ല. ഇപ്പം മറ്റു കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടികൾ ഓടിപ്പോയി അവരുടെ അച്ഛനമ്മേനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. നമ്മുടെ കുഞ്ഞ് അവിടെ ഒരു ഡിസ്റ്റൻസ് വെക്കുവാണ്. ആ കുഞ്ഞിപ്പം ഏതെങ്കിലും പെർട്ടിക്കുലർ ടോയിനെ മാത്രം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുവാണ്. അല്ലെങ്കിൽ അവൻ ഉറക്കത്തിനൊക്കെ ഒത്തിരി ഡിഫിക്കൽട്ടി വരുന്നു. ഭയങ്കര എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യുന്നതിൽ ഒത്തിരി വിഡ്രോൺ ആയി വരുന്നു. അല്ലെങ്കിൽ അവനോ അവളോ ബാക്കി കുട്ടികൾ പഠിക്കുന്ന പോലെ ഇപ്പം ഷർട്ട് ബട്ടൺ ഇടാനോ അല്ലെങ്കിൽ ഇപ്പം ഷൂസ് ഇടാനോ അങ്ങനെയൊക്കെ പഠിക്കാൻ കുറച്ചൊരു ഡിലേ കാണിക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് ചെറിയ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയൊരു സംശയം വരും, എന്താ എൻ്റെ കൊച്ചിന് ഇത്തിരി വ്യത്യാസം എന്നുള്ളത് തോന്നും. പിന്നെ കൊറോബറേറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ യുവർ പേരൻസ് വിൽ ബി ദെയർ, യു ക്യാൻ ജസ്റ്റ് ആസ്ക് ദം, നിങ്ങൾക്ക് ഡു യു ഫീൽ എനി ഡിഫറൻസ്. അവർ പറയും ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ആ ഡൗട്ട് ഇപ്പോഴും നിൽക്കുക. ക്ലാസ്സസിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് വളരെ ഗുഡ് ടൂൾസാണ് ഇതുപോലത്തെ ബിഹേവിയർ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. കാരണം അവർ ഇത്രയും പേരെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പം ടീച്ചേഴ്സ് ദേ ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് ഇൻ എ വെരി മച്ച് ബെറ്റർ മാനർ. ഇപ്പോൾ അവർ പോയിന്റ് ഔട്ട് ചെയ്യുക, അതെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ട്രസ്റ്റ് ദ ടീച്ചർ. എന്നിട്ട് കൺസിഡർ ടേക്കിംഗ് ദ ചൈൽഡ് ഫോർ എൻ അസസ്മെൻറ്റ്. മിക്ക അസസ്മെൻറ്റ് സെൻറ്റേഴ്സ് വളരെ കാം കൂൾ അറ്റ്മോസ്ഫിയേഴ്സ് ആണ്. കുഞ്ഞ് അവിടെ പോയിട്ട് അയ്യോ പത്തൊന്നും പേടിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ ഒരു കൺസേൺ ഒന്നും വെക്കണ്ട. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അഗ്രഷൻ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവരെ കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിലേക്ക് അയക്കാൻ പറ്റുമോ? മറ്റു കുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാവും, ടീച്ചേഴ്സ്ക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Again, go through the proper professional ആ മെഡിക്കേഷൻ എങ്ങനെയായിരിക്കും അവർക്ക് വരുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക്? ഇപ്പം ഒരു കുട്ടി ഒരു ഡിസ്റപ്റ്റീവ് ബിഹേവിയർ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആദ്യം ADHD അല്ലെങ്കിൽ ഇത് ഓട്ടിസ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം വേറെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാകാം. ചിലപ്പം അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മേജർ, ഇപ്പം പേരൻസ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഒരു ഇംപെൻഡിങ് ഡിവോഴ്സ് ഉണ്ടാകാം, ലോസ് ഓഫ് എ ലവ്ഡ് വൺ ഉണ്ടാകാം. അതൊക്കെ കുട്ടികളിൽ ഇപ്പം അവർക്ക് ഒരിക്കലും മിക്കവാറും കുട്ടികൾ വന്നിട്ട് ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിലൊരു മേജർ ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്കിപ്പം ഹരിതയോട് പറയാം, ഹരിതയ്ക്ക് വിഷമമാവണമെന്ന് പറയാം അല്ലേ. നമ്മൾ പറയുകയും ചെയ്യുന്നത് കരയുകയും ചെയ്യും, ചിലപ്പോൾ ഹരിത സമാധാനിപ്പിക്കും, ചിലപ്പോൾ അങ്ങനെ തീരും. പക്ഷേ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരുടെ വിഷമം പുറത്തേക്ക് വരുക വാക്കുകളിലൂടെയോ കണ്ണീരിൽ കൂടെയോ ആയിരിക്കത്തില്ല. അവർ ഈ പറയുന്ന പോലെ കുറേ വിയർഡ് ബിഹേവിയേഴ്സ് കാണിക്കും, ചിലപ്പോൾ സ്കൂൾ റെഫ്യൂസൽ കാണിക്കും, അഡമെൻറ്റ് ബിഹേവിയേഴ്സ് കാണിക്കും. അപ്പോൾ അങ്ങനത്തെ ബിഹേവിയർ കാണുമ്പം അഗൈൻ ഗെറ്റ് ഇറ്റ് അസസ്ഡ്. അത് ഇന്നൊരു ഇൽനെസ് ആണോ എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ടാണ് മെഡിക്കേഷൻ്റെ കാര്യം. ഇത്രയും നേരം നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തതിനും ഇത്രയും വാല്യുബിൾ ഇൻഫർമേഷൻസ് തന്നതിനും ഒരുപാട് താങ്ക് യു ഡോക്ടർ. താങ്ക് യു. Thank you, Harida, for the time and space.